എറണാകുളം പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടി പ്രതിഷേധവുമായി നാട്ടുകാർ സ്ഥലത്തുണ്ട്. പുറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നതെന്നാണ് ഉന്നതിയിലെ കുടുംബങ്ങളുടെ വാദം. റാംഷാ CP വിവരങ്ങളുമായി. റാംഷാ, ഇവിടെ ഒരു കുടിയൊഴിപ്പിക്കൽ ഭീഷണി, നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്? പാരിയത്തുകാവ് ഭൂമി പ്രശ്നത്തിൽ എന്താണ് ഈ പ്രതിഷേധിക്കുന്ന നാട്ടുകാർക്ക് പറയാനുള്ളത്? മലയിടം തുരുത്ത് പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലെ കുടുംബങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി, ഒരുപക്ഷെ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണിത്. ഈ പ്രദേശത്ത് ജീവിക്കുന്ന 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് ജയപാലിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഇവിടെ സ്ഥലത്തെത്തിയിരിക്കുന്നത്. നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്വകാര്യ വ്യക്തി ഇവർ താമസിക്കുന്ന സ്ഥലം അവരുടേതാണ്, ശങ്കരൻ നായർ എന്ന് പറയുന്ന ഒരാളുടേതാണ് എന്ന് പറഞ്ഞ് അവർ കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഹൈക്കോടതി ഇവർക്ക് അനുകൂലമായി വിധി നൽകിയിരിക്കുന്നത്. പക്ഷേ എന്ന അവകാശവാദമാണ് ഈ കുടുംബങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് വലിയ നിലയിൽ നടപടികൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. 14 തവണ ഇതിനു മുൻപ് ഇവരെ കുടിയൊഴിപ്പിക്കാൻ പോലീസ് സന്നാഹവുമായി ഇവിടെ എത്തിയിരുന്നെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. ഇത്തവണ പക്ഷേ കുടിയൊഴിപ്പിക്കും എന്ന ഉറച്ചു തന്നെയാണ് അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തിയിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം, 150-ലധികം ആളുകൾ ഉള്ള പോലീസ് സേന അംഗങ്ങളുള്ള വലിയ സന്നാഹമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കുടുംബങ്ങളും ജനങ്ങളും വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. CPM-ന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ സമരത്തിന്റെ മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവർ മുദ്രാവാക്യം വിളികളുമായി പോലീസിനെ തടയുകയാണ്. എത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് അറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനവുമായിട്ടാണ് ഈ സമരസമിതി അംഗങ്ങൾ ഇവിടെ സമരത്തിന് നേതൃത്വം നൽകുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന ചില ആളുകളോട് നമുക്ക് ചോദിക്കാം, എത്ര വർഷമായിട്ട് താമസിക്കുന്നു? ഞങ്ങളിവിടെ കിടക്കണം 150 വർഷമായി. ഇപ്പൊ ഈ 1 വർഷമായുള്ളൂ ഞങ്ങൾ ഈ മാറ്റാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഗവൺമെന്റിന് പേരെയൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന നിങ്ങളുടെ താമസിക്കുന്ന വീട് ഗവൺമെന്റ് തന്നെ വീട് ഞങ്ങൾ പണിതങ്ങനെ തലമുറകളായി ഇവിടെ താമസിക്കുന്ന 150 വർഷമായി. എന്റെ അച്ഛന്റെ അപ്പൂപ്പന്റെ കാലം മുതൽ കിടക്കണം അവിടെ. കോടതി വിധി ഇപ്പൊ അവർക്ക് അനുകൂലമാണ്, ഇവർ ഒഴിപ്പിക്കുമെന്നാണ് പറയുന്നത്. കോടതി വിധിയൊക്കെ തന്നാണ് ഞങ്ങൾ പേര വെച്ചത്. ഇപ്പൊ അവർക്ക് ഇപ്പൊ അവര് ഞങ്ങളെ പൊളിപ്പിക്കാൻ പോകണം. ഒഴിപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. എങ്ങനെയാണ്? ഞങ്ങൾ നടന്നു പോകൂല, എന്ത് വന്നാലും പിന്മാറില്ല. ഇല്ല. അതാണ് സ്മൃതി, എന്ത് വന്നാലും ഇവിടെ നിന്ന് പിന്മാറില്ല എന്നതാണ് ഈ സമരസമിതി അംഗങ്ങൾ പറയുന്നത്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുകയാണ് പുറമ്പോക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി. അത് എന്തുകൊണ്ട് നടപ്പാവുന്നില്ല? പെരിയാർ വാലിന്റെ സ്ഥലം അളന്നിഷ്ടപ്പെടുത്തണ്ടേ? അത് എന്തുകൊണ്ട് നടപ്പാവുന്നില്ല? കമ്മീഷൻ പണം വാങ്ങി ഏജന്റിന്റെ പണിയാ ചെയ്യുന്നത്. ഞങ്ങളെ കൊല്ലാതെ, ഞങ്ങൾ ഭരിച്ചു വിടാതെ ഈ മണ്ണിനകത്ത് കാല് കുത്താമെന്ന് ഒരു കമ്മീഷനും പ്രതീക്ഷിക്കേണ്ട. വിളിച്ചോ. നമുക്കിപ്പോ ചേരുന്നുണ്ട്. CPM സമരം ഏറ്റെടുത്തിരിക്കുന്നു അല്ലേ? തീർച്ചയായും CPM സമരം നേരത്തെ തന്നെ CPM സമരം നടത്തിയിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ ഈ നിലയിൽ വലിയ നിലയിലേക്കുള്ള സമരത്തിലേക്ക് പോയിരുന്നില്ല. സമരസമിതിയാണ് സമരം നടത്തിയത്. ഏതായാലും ഇപ്പോൾ സമരസമിതിയുടെ നേതൃത്വം CPM തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. CPM ഏരിയ സെക്രട്ടറി നമുക്കപ്പോൾ ചേരുന്നു. എങ്ങനെയാണ് ഇവർ? സംയുക്ത സമരസമിതി തന്നെയാണ് സമരം നടത്തുന്നത്. ആ സമരത്തെ സഹായിക്കാൻ വേണ്ടി CPM ഇടപെടുക എന്നുള്ളതാണ്. ഇത് രൂക്ഷമായ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് വരുമ്പോൾ ഈ പാവങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം CPM-നുണ്ട്. ഇവര് പുറത്തേക്ക് കടന്നുപോയാൽ എവിടെ പോകും? പറയണ്ടേ?